ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു വെള്ളക്കടല വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പി നോക്കിയാൽ ഈസിയും സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാണ്ട് സവാളയൊക്കെ കുറേ നേരം അരിഞ്ഞിട്ട്, സവാള അരിഞ്ഞൊന്നും നേരം കളയേണ്ട ആവശ്യമില്ല. ഇത് ബാച്ചിലേഴ്സിനും അതേസമയം നമ്മൾ രാവിലെയൊക്കെ അമ്മമാർക്ക് സ്കൂളിലൊക്കെ മക്കൾക്ക് കറി കൊടുത്തു വിടുമ്പോൾ ആവാൻ ഇത്തിരി നേരം എടുക്കും. അപ്പോൾ അവർക്കൊക്കെ നമുക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ്. അതേസമയം നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ കസൂരിമേത്തി, ഇപ്പോൾ അഥവാ കസൂരിമേത്തി അങ്ങനെയൊന്നും ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പകരം മല്ലിയില ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ ജീരകം ആഡ് ചെയ്യേണ്ട, അതെന്തായാലും ആഡ് ചെയ്യണം കേട്ടോ, അത് ഒഴിവാക്കാൻ പറ്റില്ല. അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. പിന്നെ കസൂരിമേത്തി ഇഷ്ടമുള്ളവർക്ക് അതെന്തായാലും ഇഷ്ടമാവും, തീർച്ചയായിട്ടും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലുള്ള കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം നമ്മൾ കറി വയ്ക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ വെള്ളക്കടല ചെന്ന ദാലിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ, അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ, ഭയങ്കര പുളിയാവണ്ട കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാളയുടെ ചെറിയൊരു പോർഷൻ, ചെറുത് മതി, പകുതി എടുത്തിട്ടുണ്ട്. മീഡിയം സവാളയുടെ പകുതിയുടെ പകുതി ഇട്ടാൽ അത് ഇതിലേക്ക് കട്ട് ചെയ്തിടാം. നമുക്ക് ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഇടുന്ന കാരണം ഇത്തിരി വലിയ പീസുകളായാലും കുഴപ്പമില്ല. പിന്നെ ഇഞ്ചിയും എന്താ പറയുക, വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ. ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു ചെറിയ വലിപ്പത്തിലുള്ള, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി കേട്ടോ, അതും രണ്ടും കൂടി ചതച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യുക. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാൻ 1 ഗ്ലാസ് കടലയുടെ അളവാട്ട പറയണം. ഞാൻ 1 ഗ്ലാസ് കടലയാണ് വെള്ളത്തിലിട്ടാൻ വെച്ചിട്ടുള്ള. 250-ൻ്റെ 1 ഗ്ലാസ് എന്താ പറയുക, ഒന്നും ഒരു ഇത്തിരിയും കൂടി ഇട്ടു. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എന്താ പറയുക, മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം എൻ്റെ അടുത്തുണ്ടായിരുന്നു, കഴിഞ്ഞു. അപ്പോൾ അതും ആഡ് ചെയ്ത് നല്ല കളറ് കിട്ടും നമ്മുടെ കറിയിലേക്ക്. ഇപ്പം ഞാൻ സാധാ മുളക് പൊടിയാണ് 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ള. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യേണ്ടത്. ഇനി കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കട്ടെ, നന്നായി അരച്ചെടുക്കണം. അപ്പം ഞാൻ അതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം നന്നായി പേസ്റ്റ് പോലെ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കണം. ഓയിലിൽ അതിനുള്ള പാൻ വെച്ച് കൊടുക്കട്ടെ. അപ്പം നമ്മുടെ പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടായിട്ട് ഞാനിതിൽ ഓയിൽ കേട്ടോ, ഓയിലാണ്, നമ്മുടെ വെളിച്ചെണ്ണയിലല്ല, ഓയിലാണ് ചെയ്യണത്. അപ്പം അതൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകം കേട്ടോ, സാധാ ജീരകമാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരേ ഒരു തക്കാളി ഇട്ട്, ചെറിയൊരു തക്കാളി, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തൈര് ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള കാരണം അധികം പുളിയില്ലാത്ത തക്കാളി നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഈ തക്കാളി ഇതിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ കേട്ടോ. നന്നായി കുത്തി എരിയണം തക്കാളി. തക്കാളി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ, അല്ലെങ്കിൽ ആ തക്കാളിയുടെ പച്ചക്കുത്ത് വരും. തക്കാളി ഒന്ന് നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ തക്കാളിക്ക് നന്നായി വെന്ത് വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക കേട്ടോ. ഇത് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അധികം അരയ്ക്കാനും പിടിക്കാനൊന്നും ഇല്ല. എന്താ പറയുക, നമ്മൾ രാവിലെയൊക്കെ സവാളയൊക്കെ കുറേ നേരം നുറുക്കാനും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ഇതൊന്ന് ഇതിലേക്ക് ഇടുന്നിട്ട് നീ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കട്ടെ. അധികം വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ അത് കുറേ നേരം എടുക്കും. ഇതൊന്ന് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓയിലൊന്ന് തെളിഞ്ഞ് വരാൻ. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തൊക്കെ ഓയിലൊക്കെ തെളിഞ്ഞ്, ഓയിൽ തെളിയണമെന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഓൾറെഡി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള, അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചക്കുത്ത് പോവാം വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യണമെന്ന് പറയണത്.
അപ്പോൾ അതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കടല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ. ഇതിൽ കിടന്ന് ഇത് കുറേ നേരം ഒന്ന് തിളയ്ക്കണം. അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഗ്രേവിയിൽ കിടന്ന് നമ്മുടെ മസാല ഉണ്ടല്ലോ, അതിൽ കിടന്ന് നമ്മുടെ കടല നന്നായി ഒന്ന് തിളയ്ക്കണം. വെന്ത കടലയാണെങ്കിലും ഒന്ന് തിളച്ച് ആ ഗ്രേവിയിലേക്ക് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം എന്ന് പറയണം കേട്ടോ. ഒന്ന് തിളക്കട്ടെ, കുറച്ച് നേരം കൂടി ഒന്ന് തിളക്കട്ടെ. നമ്മൾ മറ്റേ കാശ്മീരി മുളക് പൊടി അണിച്ചപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളറ് തരാ. ഇപ്പം ഞാൻ സാധാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒന്നും കൂടി കിടന്ന് തിളക്കട്ടെ കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ നമ്മൾ പകുതി സവാള എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബാക്കി പകുതി ഉണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റും മണമാണ് ഈ സമയത്ത്. നമ്മൾ ഈ സവാള ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ, അല്ലാണ്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഇട്ട ഒരു പ്രത്യേക മണമാണ്, അത് കടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതൊന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരി ഗ്രേവിയോടുകൂടി ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയാവും നമ്മുടെ കറി. അപ്പോൾ ഈ സമയത്ത് ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ കറിയുടെ. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് കുറച്ചും കൂടി ഞാനിതിലേക്ക് കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ജീരകവും കസൂരി മേത്തിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ, സവാള അരിഞ്ഞും വഴറ്റിയും ഒന്നും നേരം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയെ, രാവിലെ മക്കൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റാണ്. ജീരകവും ഇതൊക്കെയാണല്ലോ, ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ.